ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ 3 പൈൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് ആക്ച്വലി വരുന്നത് ക്യൂൻ ഓഫ് കപ്സ്, അതായത് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്. ഒരു പക്ഷേ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതിരുന്ന ചില ഇഷ്ടങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കാം. നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോസിറ്റീവായിട്ടുള്ള, നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, നിങ്ങളുടെ വൈബിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സ്നേഹം തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുമായിരിക്കാം. അൺകണ്ടീഷണലായിട്ടുള്ള ഒരു പ്രണയം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനോ സാധിക്കുന്നതാണ് എന്നുള്ളത്. ഇനി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് ടെമ്പറൻസ്, അതായത് വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ലക്ഷ്യം, ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില പേരെങ്കിലും അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയിൽ വരവ് ചെലവ് കണക്കുകൾ ബാലൻസ്ഡ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാവുന്ന അവസ്ഥയുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബാലൻസിൽ കൊണ്ടുപോകുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതാണ്. വളരെ കാലമായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത്. അത് ബിസിനസ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള, നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള എന്തുമാകാം. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതുമാകാം. മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് ഡെത്ത് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളെ അവസാനിപ്പിച്ച് അതിനേക്കാൾ മെച്ചമായിട്ടുള്ള ചില കാര്യങ്ങൾ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യും. ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളിലെ ചീത്തയായിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കാം. ചില ഫ്രണ്ട്ഷിപ്പ് ഓർ നിങ്ങളിലെ നെഗറ്റിവിറ്റി അതെല്ലാം പാടെ കളഞ്ഞിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടും. അതാണ് നിങ്ങൾ അട്രാക്റ്റ്